അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടി റൂമിന് പുറത്തു നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഭാനുമതി അമ്മ അങ്ങോട്ടേക്ക് വരിക. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? നീ എൻ്റെ മോൻ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കാതെ അവന് മേൽ തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയല്ലേ? എന്താടാ പ്രശ്നം ഗിരി? അന്നേരം മഞ്ജു പറയണേ, പറഗിരി ഏട്ടാ, അമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ? അന്നേരം ഭാനു പറയണേ, അതെ, എൻ്റെ മോന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് നിൻ്റെ ശുപാർശ ആവശ്യമില്ല. അവൻ എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാറില്ല. എന്താടാ കാര്യം മോനെ? ഈ സമയം ഗിരിയാണെങ്കിൽ അത് അമ്മയുടെ മുമ്പിൽ പറയാനായിട്ട് ആകെ ചമ്മലോടുകൂടി അവിടെ നിന്ന് പരിങ്ങി നിൽക്കുവാണ്. ഈ സമയം അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും മഞ്ജു. ഇവരത് എന്താ പറ്റിയത് എന്നുള്ള മട്ടി ഭാനുമതി അമ്മയും ഇങ്ങനെ ഗിരിയെ നോക്കി നിൽക്കുവാണ്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് സഞ്ജു സ്വപ്നയും കൂട്ടി ഒരു ടെക്സ്റ്റൈൽസ് വന്നിരിക്കുവാണ്. അവിടെ നിന്ന് സ്വപ്നയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്തോളാൻ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴും സ്വപ്നയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. ഇതേ സമയം ആ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് മുകുന്ദനും എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകുന്ദൻ അവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സഞ്ജുവിനെയും സ്വപ്നനെയും ഒന്നിച്ച് കാണുന്നത്. അങ്ങനെ അവർ രണ്ടാളെ ഒന്നിച്ച് കണ്ട് മുകുന്ദനാകെ അങ്ങ് ഷോക്കായി നിൽക്കുവാണ്. ഈ സമയം സഞ്ജു ആണെങ്കിൽ സ്വപ്നയുടെ തോളിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവർ തമ്മിൽ ക്ലോസ് ആയിട്ട് സംസാരിക്കും, ചെവിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് മുകുന്ദനാകെ തകർന്നു പോകുവാണ് കേട്ടോ. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് കുറേ സാധനങ്ങളും കൈ പിടിച്ച് സ്വപ്ന പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന മുകുന്ദനെ കാണുന്നത്. മുകുന്ദനെ കാണുമ്പോൾ സ്വപ്നയും ആകെ ഒന്ന് ഞെട്ടിപ്പോകുവാണ്. മുകുന്ദ എന്ന് പറഞ്ഞ സ്വപ്ന വിളിക്കുന്നുണ്ടെങ്കിലും മുകുന്ദൻ തിരിഞ്ഞു നോക്കാതെ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. അത് കാണുന്ന സ്വപ്ന ടെൻഷനാകുവാണ്. ഞാൻ അവനയച്ച മെസ്സേജ് ഫോട്ടോസൊക്കെ അവൻ്റെ ഫോണിലുണ്ടാകും, അതൊക്കെ അവൻ ലീക്ക് ചെയ്താൽ നാണക്കേടാവും, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി നിൽക്കുന്ന സ്വപ്നയെയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്